മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 56-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം. ഫണിവധൂഗണഭക്തിവിലോകന പ്രവികസത്കരുണാകുലചേതസാ ഫണിപതിർഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമുത്തിരവാനമൽ. കാളിയൻ്റെ പത്നിമാർ തങ്ങളുടെ ഭർത്താവിൻ്റെ ആ ദയനീയമായ അവസ്ഥ കണ്ട് ഭഗവാനെ വളരെയധികം അതിഗംഭീരമായിട്ടുള്ള സ്തുതി ചെയ്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. മുനികൾക്ക് പോലും പറയാൻ വയ്യാത്തതായ വിധത്തിൽ അവർ സ്തുതിച്ചു ഭഗവാനെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ഭക്തി കണ്ടിട്ട് ഫണിവധൂഗണം, ഫണിയുടെ വധൂഗണങ്ങൾ, ഫണി എന്ന് പറഞ്ഞാൽ പാമ്പ്, കാളിയൻ, ആ കാളിയൻ്റെ വധൂജനങ്ങൾ, വധൂഗണം, വധൂക്കളുടെ സമൂഹം, പത്നിമാർ, ആ കാളിയൻ്റെ പത്നിമാരുടെ ഭക്തി വിലോകനം, ആ ഭക്തി കണ്ടിട്ട് ഉണ്ടായതായ പ്രവികസത്, വികസിച്ചു വന്നതായ, വർദ്ധിച്ചു വന്നതായ കരുണാകുല ചേതസ, കരുണ കൊണ്ട് ആകുലമായ, ദയ കൊണ്ട് ആകുലമായ മനസ്സോടുകൂടിയ അങ്ങയാൽ, ചേതസാ ഭവത എന്നുള്ളതാണ്. ഫണിവധൂഗണ ഭക്തി വിലോകനം, വധുക്കളുടെ ഗണം, സമൂഹം. കാളിയൻ്റെ പത്നിമാരുടെ കൂട്ടം, പല പത്നിമാരുണ്ട്. അപ്പോൾ അവരുടെ ഭക്തി വിലോകനം കൊണ്ട്, ഭക്തി കണ്ടിട്ട് പ്രവികസത്, വികസിച്ചു വന്നതായ, വർദ്ധിച്ചു വന്നതായ കരുണാകുല ചേതസ, കരുണ കൊണ്ട് ആകുലമായി തീർന്ന മനസ്സോടുകൂടിയ ഭവത അങ്ങയാൽ, ഫണിപതി, ആ ഫണിപതി, ഫണിരാജാവ്, പാമ്പുകളുടെ രാജാവായിട്ടുള്ള ആ കാളിയൻ, ഫണിപതി ഭവത അച്യുത, അച്യുത അല്ലയോ ച്യുതി ഇല്ലാത്തതായ ഭഗവാനെ. ച്യുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴ്ച, നാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അതില്ലാത്തതായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്തിന് ഒരു ദിക്കിലും വീഴ്ച വരില്ല. എങ്ങനെയായാലും ആ ഭക്തി ഉണ്ടാവുമ്പോഴുള്ളതായിട്ടുള്ള ആ കാരുണ്യത്തിന് ഒരു തരത്തിലും വീഴ്ച വരില്ല എന്നുള്ളതാണ് ആ സംബോധന കൊണ്ട്, അച്യുത എന്നുള്ള സംബോധന കൊണ്ട് വിവക്ഷിക്കുന്നത്. അങ്ങനെ ഭവത അങ്ങയാൽ, കരുണാകുല ചേതസ്സായിട്ടുള്ള അങ്ങയാൽ, ജീവിക്കപ്പെട്ടതായ, ജീവൻ നൽകപ്പെട്ടതായ, വീണ്ടും ആ കഴുത്തൊക്കെ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ മാറിയിട്ട് ആ പൂർവ്വസ്ഥിതിയിലെത്തി കാളിയൻ എന്നാണ്. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കാളിയൻ പൂർവ്വസ്ഥിതിയിലെത്തി. ജീവിപ്പിക്കപ്പെട്ടതായ, വീണ്ടും ജീവൻ നൽകപ്പെട്ടതായ ആ കാളിയൻ, ത്വയി സമർപ്പിതമൂർത്തി, അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടതായ മൂർത്തിയോടുകൂടി തൻ്റെ ശരീരം മുഴുവൻ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചു എന്നാണ്. സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ. അങ്ങോട്ട് തൻ്റെ തോൽവി മുഴുവൻ കളഞ്ഞ് സമ്മതിച്ചിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് നമസ്കരിച്ചു. ഭവതാച്യുത, അങ്ങയാൽ ജീവിക്കപ്പെട്ടതായ ആ കാളിയൻ, ത്വയി സമർപ്പിതമൂർത്തി, അങ്ങയിൽ സമർപ്പിക്കപ്പെട്ടതായ ശരീരത്തോടുകൂടി, ശരീരം മുഴുവൻ ഭഗവാനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവാനമൽ, കുമ്പിട്ടു, നമസ്കരിച്ചു എന്ന്. ആ ഭഗവാനിൽ തന്നെ പരിപൂർണമായി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് നമസ്കരിച്ചു കാളിയൻ എന്നാണ്. ഫണിവധൂഗണ ഭക്തി വിലോകനം, ഫണിവധുക്കളുടെ ഭക്തി കണ്ടിട്ട് ഉണ്ടായതായ കരുണാകുലമായ, കരുണ കൊണ്ട് ആർദ്രമായ ചേതസ്സോടുകൂടി, കരുണാകുലമായ ചേതസ്സോടുകൂടിയ അങ്ങയാൽ ജീവിപ്പിക്കപ്പെട്ടതായ, ജീവിപ്പിക്കപ്പെട്ടതായ ആ ഫണിപതി, ഫണികളുടെ രാജാവായിട്ടുള്ള കാളിയൻ, ഫണിപതി ഭവത ജീവിത, അങ്ങയാൽ ജീവിക്കപ്പെട്ടതായ ആ നാഗരാജാവ് കാളിയൻ, ത്വയി സമർപ്പിതമൂർത്തി, അങ്ങയിൽ സമർപ്പിതമായ, അർപ്പിക്കപ്പെട്ടതായ ശരീരത്തോടുകൂടി, പരിപൂർണമായ തൻ്റെ ശരീരത്തെ ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് അവാനമൽ നമസ്കരിച്ചു. ഇനി രമണകം വ്രജ വാരിധി മധ്യകം ഫണിരിപൂർണകരോതി വിരോധിതം ഇതി ഭവത്വചനന്യതിമാനയൻ
ഫണിപതിർനിരഗാതുരകൈ സമം. രമണകം വ്രജ, ഭഗവാൻ ആ കാളിയനോട് പറഞ്ഞതാണ്, രമണകം വ്രജ, രമണകം എന്നുള്ളതായിട്ടുള്ള ആ ദ്വീപിലേക്ക് പോയിക്കൊള്ളൂ. വ്രജ, പോകൂ. രമണകം വ്രജ, രമണകം എന്ന ആ ദ്വീപിലേക്ക് പോകൂ. എങ്ങനെയുള്ളതാണ് ദ്വീപ്? വാരിധി മധ്യകം, വാരിധിയുടെ മധ്യത്തിലുള്ളതായ, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഉള്ളതായ രമണകം എന്നുള്ളതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോയിക്കൊള്ളൂ എന്ന് ആജ്ഞാപിച്ചു. രമണകം വ്രജ വാരിധി മധ്യകം ഫണീപൂർണ്ണ കരോധി വിരോധിതാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗരുഡനെ പേടിക്കേണ്ട. ഗരുഡനെ പേടിച്ചിട്ടാണല്ലോ ഈ കാളിന്തി വന്നിട്ടുള്ളത്. ഗരുഡൻ്റെ ചിറകടി കൊണ്ട് വീണ് കാളിന്തിയിൽ എത്തിയതാണ്. അവിടെ കാളിന്തിയിൽ ഗരുഡൻ വരില്ല എന്നുള്ളത് കൊണ്ട് അവിടേക്ക് വന്നതാണ്. ഇനി ഇവിടെ ഈ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ രമണകം എന്നുള്ളതായിട്ടുള്ള ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ വേറെ ആരുമില്ല ഉപദ്രവിക്കാനായിട്ട്. വേറെ ഈ വിഷം കൊണ്ട് വേറെ ആർക്കും ഉപദ്രവം ഉണ്ടാവില്ല. എന്നാൽ ഗരുഡൻ അവിടെ വന്ന് ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഫണിപതി ആ ഫണികളുടെ ഫണിരിപുഹു, ഫണികളുടെ രിപു ശത്രുവായിട്ടുള്ള ആ ഗരുഡൻ എല്ലാ പാമ്പുകളെയും കൊല്ലണമാണല്ലോ ഗരുഡൻ്റെ സമ്പ്രദായം. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗരുഡൻ കരോതി വിരോധിതാം, വിരോധിതയെ ചെയ്യില്ല, നിനക്ക് വിരോധമായിട്ടൊന്നും ചെയ്യില്ല, നിന്നെ ഉപദ്രവിക്കില്ല എന്ന്. ആ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാദങ്ങൾ അവിടെ പതിഞ്ഞിട്ടുണ്ട്. ആ ഫണങ്ങളിലൊക്കെ, കളിയൻ്റെ ഫണങ്ങളിലൊക്കെ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഭഗവാന്റെ പാദങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ആ കാളിയനെ ഗരുഡൻ ഒന്നും തന്നെ ചെയ്യില്ല, ഒട്ടും ഉപദ്രവിക്കില്ല എന്ന. വിരോധിതാന്ന കരോതി, ഒട്ടും വിരോധം ചെയ്യില്ല. ആ ഫണിരിപുഹു, ഫണികളുടെ രിപുവായിട്ടുള്ള ശത്രുവായിട്ടുള്ള ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതി എന്നുള്ളതായ ഭവദ്വചനാനി, അങ്ങയുടെ വാക്കുകളെ, ഭവദ്വചനം അങ്ങയുടെ വാക്കുകൾ, ആ വാക്കുകളെ അതിമാനയൻ നല്ലപോലെ മാനിച്ചുകൊണ്ട്, അതിമാനയൻ നല്ലപോലെ മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട്, നിരഗാദുരകൈ സമം, നിരഗാദ് പുറത്തേക്ക് പോയി, ആ കാളിന്തിയിൽ നിന്ന് പുറത്തേക്ക് പോയി, സമുദ്രത്തിലേക്ക് പോയി, സമുദ്രമധ്യത്തിലുള്ളതായ രമണകത്തിലേക്ക് പോകാനായിട്ട് ആ കാളിന്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ്. നിരഗാദ് ഉരകൈ സമം, ഉരകങ്ങളോടുകൂടി, മൃഗങ്ങളോട് കൂടിയിട്ടെന്ന് പറയുമ്പോൾ പത്നിമാർ, കാളിയൻ്റെ പത്നിമാരുണ്ട്, അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ഉരകങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, എല്ലാവരും കൂടിയിട്ട് ഈ രമണകം എന്നുള്ളതായിട്ടുള്ള ദ്വീപിലേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് കാളിന്തിയിൽ നിന്ന് പോയി എന്നാണ്. രമണകം വ്രജ വാരിധി മധ്യ, ഭഗവാന്റെ വാക്കാണ്. വാരിധി മധ്യകം രമണകം വ്രജ, വാരിധിയുടെ മധ്യത്തിലുള്ളതായ രമണകം എന്നുള്ള ദ്വീപിലേക്ക് പോയിക്കൊള്ളൂ. വ്രജ, പോകൂ. ഫണിപതിഹി, ഫണിരിപുഹു, ഫണിരിപുവായിട്ടുള്ള ഗരുഡൻ, ഫണികളുടെ പാമ്പുകളുടെ രിപുവായിട്ടുള്ള ശത്രുവായിട്ടുള്ള ഗരുഡൻ അവിടെ നിന്നെ ഉപദ്രവിക്കില്ല. വിരോധിതാന്ന കരോതി, അവിടെ നിന്നെ ഉപദ്രവിക്കില്ല, നിനക്ക് വിരോധമായിട്ടൊന്നും തന്നെ ചെയ്യില്ല എന്നുള്ള ഇതി. ഭവദ്വചനാനി അതിമാനയൻ, ഭവദ്വചനാനി അങ്ങയുടെ വാക്കുകളെ അതിമാനയൻ ബഹുമാനിച്ചുകൊണ്ട്, ഫണിപതിഹി നിരഗാദ്, ആ ഫണികളുടെ രാജാവായിട്ടുള്ള കാളിയൻ ആ കാളിന്തിയിൽ നിന്ന് പുറത്തേക്ക് പോയി. നിരഗാദ് പുറത്തേക്ക് പോയി. എങ്ങനെ? ഉരഗൈഹി സമം, മറ്റ് പാമ്പുകളോടൊപ്പം കാളിന്തിയിൽ നിന്ന് പുറത്തേക്ക് പോയി, സമുദ്രത്തിൽ പോയിട്ട് അവിടെ ആരമണകം എന്നുള്ളതായിട്ടുള്ള ദ്വീപിലേക്ക് പോകാനായിട്ട് സമുദ്രത്തിലേക്ക് പോയി എന്ന് സാരം. ഒന്നും കൂടി ചെല്ലാൻ 2 ശ്ലോകം. ഫണിവധൂ ഗണഭക്തി വിലോകന പ്രവികസത്കരുണാകുലചേതസാ ഫണിപതിർഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിത മുക്തിരവാണമ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഉരഗരാജവധൂജനഭക്തിയാൽ കരുണയേറി മനസ്സുമലിഞ്ഞതാൽ ഉരഗനാഥനു ജീവനുമേകിനീ ത്വരിതമങ്ങയെ വീണു നമിച്ചവൻ. രമണകം വ്രജവാരിധി മധ്യകം
ഫണിരിപൂർണ്ണ കരോതി വിരോധിതം ഇതി ഭവദ്വചനന്യതിമാനയൻ ഫണിപതിർനിരഗാതുരഗൈ സമം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. രമണകത്തിരിക്കുദധിക്കകം ഗരുഡനാലൊരു നാശമതിൽ വരാ. ഇതി ഭവാന്റെ വചസ്സതു കേട്ടുടൻ നിജജനത്തോടെ പോയഥ കാളിയൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.